ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഞാൻ കുറച്ച് ത്രില്ഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നാളിന് ശേഷമാണ് നമ്മൾ ഇങ്ങനൊരു ഡേ ഇൻ മൈ ലൈഫിന് വന്നിട്ടുള്ളത്. പിന്നെ പുറത്തുനിന്ന് സൗണ്ട് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സോറി ഗൈസ്, ബിക്കോസ് ഇവിടെ ടീൻ ബേബീസൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും കൂടി സംസാരമാണ് ഗൈസ്. അപ്പോൾ അതേ ഞാൻ രാവിലെ നീച്ച് ബ്രഷോ ചെയ്ത് പിന്നെ ഫ്രഷായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ എക്സാമാണ്, മലയാളമാണ് എക്സാം. പിന്നെ സോഷ്യലൊക്കെ ഒന്ന് സെറ്റ് ആക്കണം, ബിക്കോസ് എക്സാമൊക്കെ ആയിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു തീപ്പൊരിയാണല്ലോ എക്സാമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഉള്ളിൽ ഭയങ്കര സൗണ്ടാണ്. ഉണ്ണിയാളുണ്ട് ഓരോ ടിൻ ബേബീസ്. അപ്പോൾ എല്ലാവരും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത്. അപ്പോൾ ആണെങ്കിൽ നല്ല കാറ്റും ഗൈസ്. അപ്പോൾ വെറുതെ കുറേ നാളായി നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട്. സോ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, പ്രത്യേകിച്ചൊരു ഒന്നുമില്ല. അപ്പോൾ നാളെ എക്സാമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പഠിക്കണം. നാളെ മലയാളമാണ് എക്സാം. അതുകൊണ്ട് മലയാളം ഞാൻ വലിയ രീതിക്കൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പാഠങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വൈകുന്നേരം ലൈവ് ഉണ്ടാവുമല്ലോ, ഏതെങ്കിലുമൊക്കെ ഒരു ഇതിൽ ലൈവ് കാണണം. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇപ്പം ഞാൻ നോട്ട്സൊക്കെ ഒന്ന് സെറ്റാക്കണ്ട. അതായത് സോഷ്യൽ സയൻസിൻ്റെ എനിക്ക് ഒരു ഷോർട്ട് നോട്ട് പോലെ ഒന്ന് റെഡിയാക്കിയിട്ട് പഠിക്കാനുണ്ട്. പറയാനും കിട്ടുന്നില്ല. സോഷ്യൽ സയൻസിന് അധികം നമ്മളിപ്പോൾ അമ്മമ്മയുടെ വീട്ടിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവിട്ടിട്ടാണ് എക്സാംസ്. അപ്പോൾ നമ്മൾ വെറുതെ ഞാനും രണ്ടുപേരുള്ളൂ, ഞാനും മമ്മി മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ഒരു ചടപ്പാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്. പക്ഷേ സോഷ്യൽ സയൻസ് എക്സാമിന് ആകെ ഒരു ദിവസമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ നോട്ടൊക്കെ റെഡിയാക്കി വെച്ചാലേ അപ്പോൾ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റൊക്കെ ഒന്ന് നോക്കണം, അതാണ് ഇനി അടുത്ത പരിപാടി. പിന്നെ മലയാളം ഒരു ഉച്ചയ്ക്കായിട്ട് ജസ്റ്റ് ഒന്നും കൂടി നോക്കണം. പിന്നെ വൈകുന്നേരത്തെ ലൈവ് ക്ലാസ് സെറ്റാവും. അപ്പോൾ നോക്കാം ബാ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ സോഷ്യൽ സയൻസ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മലയാളമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സോഷ്യൽ സയൻസ് നമുക്ക് അധികം ഇടവിട്ടിട്ടൊന്നുമില്ല എക്സാം. ആകെ ഒരു ദിവസം നമുക്ക് പഠിക്കാനുള്ളൂ ഗൈസ്. പിന്നെ ഞാനിപ്പോൾ ഇടവിട്ടിട്ടാണ് എക്സാം. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ അമ്മമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ ഉണ്ണിയാളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ സോഷ്യലൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ സോഷ്യൽ ഇപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മീൻസ് ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനത് ഇന്നൊന്നും പഠിക്കില്ല, കാരണം ഇനിയും ടൈമുണ്ട് സോഷ്യലിന് വേണ്ടിയിട്ട്, ദിവസമുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഞാനതൊക്കെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സീരിയസ്ലി ഞാൻ മറന്നു പോകും. പലരും അങ്ങനെ തന്നെയാണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. സോ അതൊന്നും ഞാൻ പഠിക്കില്ല, ഞാനൊന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ളൂ. നമ്മളിപ്പോൾ ബുക്ക് തൊടാതെ അന്ന് ബുക്ക് തൊട്ട് കഴിഞ്ഞാൽ ഏതാ പഠിക്കേണ്ടതെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അന്നത്തേക്ക് നമുക്ക് ഒരു എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മലയാളമാണ് നാളെ എക്സാം. അപ്പോൾ മലയാളത്തിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മലയാളം സെക്കൻഡാട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, മലയാളമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേ നമ്മൾ ഉണ്ണീനെ ഇവിടെ എടുത്തിട്ടുണ്ട്. ജാൻകൈസൻ്റെ സ്വന്തം പൂമ്പാച്ച അപ്പു ദേ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുന്നുണ്ട്. ആദ്യം എൻ്റെ കയ്യിൽ അപ്പു ആയിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ എന്താ പറയുക എടുക്കാനൊക്കെ വരിക. ഇപ്പം അവൻ വരുന്നില്ല, അവനിപ്പോൾ അമ്മ മാത്രം മതി. ഇപ്പോൾ പൂമ്പാച്ചക്കുട്ടിയാണ് എൻ്റെ കൂടെ വരിക കേട്ടോ. അവസാനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കടാ ഈ കട്ട് ഗൈസ്, നമ്മളാണെങ്കിൽ ഫുഡ് കഴിക്കണ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. ഇപ്പം ഇന്ന് ബിരിയാണി ആയിരുന്നു, അങ്ങനെ പകുതിയിലെത്തിയപ്പോൾ നമ്മളെടുത്തു. ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. വേറെ ഒന്നല്ല ഗൈസ്, ഇതാണ് സംഭവം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പല പാറ്റേണിലുള്ളൊരു മാർക്കറാണ്. സോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ആ കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാർക്കേഴ്സാണ് നമുക്കിതിൽ ഉണ്ടാവുന്നത്. സോ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അത് അപ്പുവാണെങ്കിൽ ഇതേ സോഫയിൽ ഭീകര കളിയായിരുന്നു ഗൈസ്. ഒക്കത്തെ ചൂടാണ്, ദാഹിച്ചിട്ട് വലിയൊരവസ്ഥയാണ്. അപ്പം നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുകയാണ്. അവിടെ അമ്മമ്മയൊക്കെ സംസാരിക്കണം, അതാണ് സൗണ്ട് ഗൈസ്. അപ്പോൾ അതേ ഗൈസ് ഇന്ന് ചക്കപ്പേരും പിന്നെ എന്താ പറയുക കാപ്പിയായിരുന്നു, അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയുള്ള വീഡിയോ. വൈകുന്നേരം മീൻസ് രാത്രി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് കഴിക്കും, പിന്നെ പഠിക്കാനൊക്കെ ഉണ്ട്.
ഉണ്ണിയാളപ്പം കളിക്കും, പിന്നെ ടി വി കാണും. ഇതൊക്കെ തന്നെയാണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ പഠിക്കാനുള്ളതുകൊണ്ട് ടൈം കിട്ടുമല്ലോ ഇനി വീഡിയോ എടുക്കാൻ. പിന്നെ എന്തൊരു മടി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ അത് ഞാൻ ജസ്റ്റ് ഒക്കെ കിടന്നിട്ടുണ്ടായിരുന്നു, ഉറങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് കിടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് ഇങ്ങനെ എൻ്റെ ഒരു ഫേസ് വന്നിട്ട് മുടിയൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ ഗൈസ്. സോ ബൈ.